ഗുഡ് മോർണിംഗ്. ഞാൻ എണീറ്റേ വളരെയധികം വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഗൈസ്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം NMR ബിരിയാണി ഞാൻ കഴിക്കാൻ മറന്നു. ഞാൻ ട്രെയിനിൽ കയറുന്ന ദിവസം അന്ന് രാത്രി കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഗൈസ്. 2 ദിവസമായി എൻ്റെ ബാഗിലിരിക്കുന്നത്. ആ കാര്യമേ ഞാൻ മറന്നുപോയി. ഈവനിങ് 6:30 തന്നെ ഞാൻ ബസ് ബുക്ക് ചെയ്തു. ആ ബസ് കസോളിൽ നാളെ രാവിലെ എത്തും. ഐ എം ഹാപ്പി. I really want to see mountains. അപ്പോൾ ഈ താഴെ വെച്ചിരിക്കുന്ന ലഗേജ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വള്ളി എടുത്തിട്ട് ഉള്ളിലൊരു സാധനം ഉണ്ട് കെട്ടാൻ പറ്റുന്നത്. അതിൽ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി വെച്ചു. ബാഗ് പോവില്ലല്ലോ. അങ്ങനെയൊക്കെ അഴിച്ചു കൊണ്ടുപോകാൻ മാത്രം എന്താ പറയുക വില്ലന്മാരാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചു. ഒരു സേഫ്റ്റി. അതും പോരാണ്ട് ഞാൻ വിചാരിച്ചു ഈ ബാഗിൽ അത്യാവശ്യം സ്നാക്സ്, അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രെഡ്, ജാം, പിന്നെ കപ്പ് നൂഡിൽസ്, മിൽക്ക് ഷേക്ക്, പിന്നെ ബിസ്ക്കറ്റ്, മാൽഗിസ്റ്റിൻ്റെ ചോക്കോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഡൽഹി എത്തുമ്പോഴേക്കും മൊത്തം തിന്ന് തീർക്കും. അത്യാവശ്യം വിശപ്പിൻ്റെ ഒക്കെ ഒരു അസുഖമുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് മൊത്തം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നു. പക്ഷേ കോമഡി എന്താ വെച്ചാൽ ഞാൻ കൊണ്ടുവന്നതിൽ ആകെ ഒരു ബിങ്കോ മാത്രമേ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാണുന്ന പോലെ അല്ല, 2 ബാഗിനും നല്ല വെയിറ്റ് ഉണ്ട്. എനിക്കറിയില്ല ഞാൻ ഇത്രയും ലഗേജ് എടുത്തിട്ട് എങ്ങനെ അവിടെ പോയി നടന്ന് ഇത്രയും ദൂരം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നോക്കാം, അതിലൊരു വിൽ പവർ അല്ലേ, അങ്ങനെ എടുത്തിരിക്കണം. പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ എത്തി. ഒരു അരമണിക്കൂറിൽ ഡൽഹി എത്തും. അപ്പോൾ 3000 കിലോമീറ്റർ താണ്ടി ഞാൻ 48 മണിക്കൂർ ട്രെയിനിലിരുന്ന് ഡൽഹി എത്തും ഗൈസ്. ഇപ്പം ഡൽഹി എത്തും. മൊത്തത്തിൽ എൻ്റെ കിളി പാറിയിരിക്കണത് എവിടെയാണ് എന്താണെന്നൊന്നും നോക്കിയിട്ട് മനസ്സിലാവണില്ല. മൊത്തത്തിൽ ഫ്ലിപ്പാണ് ഗൈസ്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ഞാനവിടെ ഒരാളോട് ചോദിച്ചു എനിക്ക് ബസ് കയറി നടത്തിക്കാൻ പോകേണ്ടത്, അപ്പോൾ കാശ്മീർ ഗേറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പം അങ്ങോട്ടൊന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൽ നടക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ, ഒരു 100 പ്ലാറ്റ്ഫോമുണ്ട്. അറിയായിരുന്നു കൺഫ്യൂസിങ് ആയിരിക്കുന്നു, പക്ഷെ ഇത്ര കൺഫ്യൂസിങ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫോൺ അധികം ദൂരത്തേക്ക് പിടിക്കാൻ പറ്റില്ല, ബിക്കോസ് എപ്പോഴാണ് റോബറി ഒക്കെ ഉണ്ടാവുക പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സേഫർ സൈഡായിട്ട് ഫോൺ അടുത്ത് തന്നെ പിടിച്ചിരിക്കണേ. ആൾക്കാരൊന്നും ശരിയില്ല, നോട്ടമൊന്നും. ഞാൻ പെട്ടെന്ന് എൻ്റെ ബസ് വെയിറ്റിംഗ് ഏരിയൻ്റെ അവിടേക്ക് പോകാൻ നോക്കുകയാണ്. നോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. ഞാൻ ഫോൺ എടുത്ത് വെക്കട്ടെ, ഫോൺ പുറത്ത് വെക്കുന്നത് അത്ര നല്ലതല്ല. ഞാൻ സേഫായിട്ടൊരിടത്ത് എത്തിയിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാം. വന്ന് ഏതോ സൈഡ് ഇറങ്ങിയിട്ടുണ്ട്, ഏത് സൈഡാണെന്ന് അറിയില്ല. റാപ്പിഡോയിൽ ഞാൻ റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ കാണുന്ന മെട്രോയ്ക്ക് ഞാൻ ആദ്യം പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. മെട്രോ എങ്ങനെയാണെന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് തന്നെ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുമോയെന്നറിയില്ല. ഒന്നാമത് 10 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. എനിവേ ഐ എം വെയിറ്റിംഗ് ഹിയർ. ഇത്ര ദിവസം ട്രെയിനിൽ ഇരുന്നിട്ട് ഒരു ആട്ടം നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആടുക, ഒരു രക്ഷയില്ല. റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ടൈം എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 17 മിനിറ്റ് കാണിക്കും. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ റാപ്പിഡോ വരുന്നേ ഇല്ല. അപ്പോൾ ഐ ഡിസൈഡ് ടു ടേക്ക് മെട്രോ സ്റ്റേഷൻ. സോ മെട്രോയ്ക്ക് പോകണേ. എനിക്കറിയില്ല ഇത് എവിടെയാണ്, ഇതെന്ത് സംഭവമെന്നോ എവിടേക്കാണ് പോകണമെന്നൊന്നും അറിയില്ല.
മെട്രോയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ വഴി ചോദിച്ചു, ആൾക്കാർക്ക് ചോദിച്ചിട്ട് തന്നെ പോകുന്നത്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നടക്കുന്നില്ല. മെട്രോയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ലൈൻ നിൽക്കുന്നു. ഇതൊരുമാതിരി ഡോറയുടെ പ്രയാണം കളിക്കുന്ന പോലെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ വന്ന് മെട്രോയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ലൈൻ നിൽക്കുന്നു. ഇതൊരുമാതിരി ഡോറയുടെ പ്രയാണം കളിക്കുന്ന പോലെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ വന്ന് എങ്ങനെയൊക്കെ മെട്രോ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വരാണ്ട് വെയിറ്റ് ചെയ്ത് പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. കുറച്ചേരം എന്താ സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. എങ്ങനെയൊക്കെയോ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു ഗൈസ്. എങ്ങനെയാന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് മെട്രോ എടുത്ത് പിന്നെ മെട്രോന്ന് ഇപ്പോൾ ഇറങ്ങി അവിടുന്ന് ടെർമിനൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതാണ്. എനിക്ക് എൻ്റെ തന്നെ അവസ്ഥ ശരിയായിരുന്നു. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ വിചാരിച്ച് എനിക്ക് അത്യാവശ്യം ഹിന്ദി വായിക്കാൻ അറിയാൻ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് വായിച്ചാൽ മനസ്സിലാവും, പെട്ടെന്ന് സ്ഥലമൊക്കെ ഈസി ആയിട്ട് ബോർഡൊക്കെ വെച്ച് സൈനൊക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കിളി പോയി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ വഴി ചോദിച്ചത് മനസ്സിലാക്കിയതൊക്കെ അത്യാവശ്യം യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആൾക്കാരുടെ, അതായത് റെയിൽവേ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും പിന്നെ പോലീസുകാരുടെ അടുത്തൊക്കെയാണ് ഞാൻ വഴി ചോദിച്ചത്. വേറെ മനുഷ്യനോട് ഞാൻ മിണ്ടിയിട്ടില്ല. കാരണം ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ വെച്ചൊന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വഴി ചോദിച്ച് മെട്രോ സ്റ്റേഷൻ കയറി. മെട്രോ സ്റ്റേഷനിൽ നിന്നും ഇതുപോലെ വഴി ചോദിച്ച് അവിടെ നിന്ന് ഒരു ഫാമിലിനെ കിട്ടി. എനിക്ക് എവിടെ പോയാലും മലയാളികളെ കിട്ടും. മെട്രോ സ്റ്റേഷനകത്ത് ഒരു ആൻറ്റിയും അങ്കിളും ഉണ്ടായിരുന്നു. ആൻറ്റിയും അങ്കിളും എന്നെ കണ്ടപാടെ തന്നെ മലയാളം എന്ന് മനസ്സിലായിട്ട് മോളെ ഇരിക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് അവർ സംസാരിച്ച് പിന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് ഇങ്ങനെയാണ് ഈ വഴി ഇങ്ങനെ ആയിരിക്കും, അപ്പോൾ അവിടെ പോയിട്ട് ഈ IST-BT എന്ന് ചോദിക്കണം, എന്നാലേ ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ മെട്രോ ഇറങ്ങി അവിടുന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡും മെട്രോയും റെയിൽവേ സ്റ്റേഷനും എല്ലാം കണക്കാണ്. ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. എങ്ങനെയൊക്കെ എത്തി എന്ന് പറയാം. ഞാനിപ്പോൾ ബസ് കയറുന്നതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവിടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട് എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ChatGPT നോക്കിയപ്പോൾ. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത് റിനോവേഷനിലാണ്. അതുകൊണ്ട് ഇവിടെ AC വെയിറ്റിംഗ് ഹാൾ ഇല്ല. അപ്പം എനിക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ലഗേജ് വെക്കാൻ പോലും ഒരു കൗണ്ടർ ഞാൻ കാണുന്നില്ല. എത്ര നേരമായിട്ട് നോക്കിയിട്ട് എനിക്ക് പോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഈ ബാഗ് ഇത്രയും തൂക്കി നടന്ന് ഈ സെക്യൂരിറ്റി ചെക്കിൻസ് കണ്ടോ, ഇതിന്റെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇത് 3 പ്രാവശ്യം ആറ് പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ കിളി പോയി. ഈ ബാഗ് ഊരിയിട്ട് ബാഗ് കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. അപ്പോ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഫുഡ് കഴിക്കണം നല്ലോണം ഉണ്ട്. പക്ഷെ ബാഗൊക്കെ വെച്ചിട്ട് പോവാനോ അല്ലെങ്കിൽ ബാഗ് കൊണ്ടുപോകാനായിട്ട് അടുത്ത റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ നോക്കട്ടെ ഞാൻ എന്തായാലും. ഹായ് എൻ്റെ മോനെ ഗായ്സ്. അപ്പോൾ നമ്മൾ ലഞ്ചിന് രാജ്മ ചാവൽ ബൗളാണ് കഴിക്കുന്നത്. ബിക്കോസ് എനിക്ക് ബാഗ് ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ട് പോവാൻ ഒരു ധൈര്യക്കുറവുള്ളത് കൊണ്ട് ഞാൻ സ്വിഗ്ഗി ചെയ്തു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. സമയം ഏകദേശം 4:30 ആയി. 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാലാണ് ബസ് വരിക. അപ്പോൾ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. കുഴപ്പമില്ല, ഇത് കഴിക്കട്ടെ ഞാൻ എന്തായാലും. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ ഡിലേ ആയിട്ട് ബസ് ഇപ്പോഴാണ് വന്നത്. ഇനി നേരെ കസോളിലേക്ക്. അപ്പോൾ രാവിലെ ഒരു 8 മണിയാവും എത്താൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇനി അവിടെ എത്തിയിട്ടുള്ള കുറേ വീഡിയോസും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ടിൽ ദെൻ ബൈ, ലവ് യു, ഗുഡ് നൈറ്റ്.